ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിലെ തന്നെ മറ്റൊരു സ്കാൻഡിനേവിയൻ കൺട്രിയായ ഡെൻമാർക്കിനെ കുറിച്ചിട്ടാണ്. ഡെൻമാർക്ക് എന്ന് പറയുന്നത് യൂറോപ്പിൽ സ്കാൻഡിനേവിയയിൽ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രിയാണ്, നോർവേയും സ്വീഡനും പോലെ തന്നെ. ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഒരു സേഫ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ ഒരു സീനിക് സ്കാൻഡിനേവിയൻ കൺട്രിയാണ്, നോൺ ഫോർ വൈക്കിംഗ് ഹെറിറ്റേജ്. അതായത് കളർഫുൾ സിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, മോഡേൺ ഡിസൈൻസ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വേൾഡ്സ് ഹാപ്പിയസ്റ്റ് നേഷൻസ് എന്നാണ് ഈ കൺട്രി അറിയപ്പെടുന്നത്. കൺട്രിയിൽ ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റൽ വരുന്നത് കോപ്പൻഹേഗൻ ആണ്. അതുപോലെ തന്നെ അവരുടെ കറൻസി വരുന്നത് ഡാനിഷ് ക്രോൺ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാനിഷ് ആണ്. അവരുടെ കോണ്ടിനെൻറ്റ് വരുന്നത് യൂറോപ്പ്, നോർത്തേൺ യൂറോപ്പ് ആണ്. അതുപോലെ തന്നെ ടൈം സോൺ എന്ന് പറയുന്നത് UTC+1 സ്റ്റാൻഡേർഡ് ടൈമാണ്. UTC+2 വരുന്നുണ്ട് ഡേ ലൈറ്റ് സേവിങ് ടൈമിൽ. അതുപോലെ തന്നെ നോൺ ഫോർ ഫേമസ് ഫെയറി ടെയിൽ സിറ്റീസ്, വൈക്കിംഗ് ഹിസ്റ്ററി ആൻഡ് അതുപോലെ തന്നെ മോഡേൺ ഡിസൈൻ, സൈക്ലിംഗ് കൾച്ചർ, ബ്യൂട്ടിഫുൾ കോസ്റ്റ് ലൈൻസ്, ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതുപോലെ തന്നെ വൈ വിസിറ്റ് ഡെൻമാർക്ക് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കളർഫുൾ സിറ്റീസ് ലൈക്ക് കോപ്പൻഹേഗൻ, നൈഹാവൻ, വേൾഡ് ക്ലാസ് ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ ഉണ്ട്. അതുപോലെ തന്നെ റിച്ച് വൈക്കിംഗ് ഹിസ്റ്ററി, സേഫ്, ക്ലീൻ ആൻഡ് ഈസി ടു എക്സ്പ്ലോർ ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഡെൻമാർക്ക്. ബ്യൂട്ടിഫുൾ കോസ്റ്റൽ ലാൻഡ്സ്കേപ്സ് ആൻഡ് ഐലൻഡ്സ് ഓൾസോ നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, വാം ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രേറ്റ് ഫുഡ് സീൻസ് ആണ്. ബേക്കറീസ് ആയാലും റെസ്റ്റോറൻറ്റ്സ് ആയാലും നമുക്ക് ഗ്രേറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഡെൻമാർക്ക്. അതുപോലെ ഫാമിലി ഫ്രണ്ട്ലി അട്രാക്ഷൻസും കൂടിയാണ്. അതായത് തിവോലി ഗാർഡൻ, ലെഗോലാൻഡ് ഒക്കെ ഫാമിലി ഫ്രണ്ട്ലി സ്പോട്ടാണ്. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് മെയ് ടു സെപ്റ്റംബർ, ആ സമയത്ത് ബെസ്റ്റ് വെതർ ആയിരിക്കും, ലോങ് ഡേയ്സ് ആയിരിക്കും, സൈറ്റ് സീയിങ്ങിനൊക്കെ പെർഫെക്റ്റ് ടൈം ആയിരിക്കും. ജൂൺ ടു ഓഗസ്റ്റ് ഉണ്ട്, അത് പീക്ക് സമ്മറാണ്. ലൈവ്ലി ഫെസ്റ്റിവൽസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളതാണ് അവരുടെ ഡിസംബർ. ആ സമയത്താണ് മാജിക്കൽ ക്രിസ്മസ് മാർക്കറ്റ്സും വിൻ്റർ ചാമും വിൻ്റർ എക്സ്പീരിയൻസ് ഒക്കെ മസ്റ്റ് ടൈമാണ്. ബെസ്റ്റ് ടൈം ആൻഡ് ഡിസംബർ. പിന്നെ അവരുടെ മേജർ ഡെസ്റ്റിനേഷൻസ് ആണ് കോപ്പൻഹേഗനിൽ ഫേമസ് ആയിട്ടുള്ള അവരുടെ നൈഹാവൻ, ടിവോലി, ലിറ്റിൽ മെർമെയ്ഡ് സ്റ്റാച്യു, ഇതൊക്കെയാണ് അവിടെ ഫേമസ് ആയിട്ടുള്ളത്. പിന്നെയാണ് ആർഹസ് എന്ന് പറയുന്നത്, ആരോസ് മ്യൂസിയം, ഓൾഡ് ടൗൺ. അതുപോലെ പിന്നെ വരുന്ന സിറ്റിയാണ് ഒഡെൻസെ എന്ന് പറയുന്നത്. അവിടെ ആൻഡേഴ്സൺ സിറ്റി, അതാണ് അവിടെ ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ബില്ലുൺ എന്ന് പറയുന്ന സിറ്റി, ലെഗോലാൻഡ് ലെഗോ ഹൗസാണ് അവിടെ ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ റോക്സ്ലൈഡ് എന്ന് പറയുന്ന സിറ്റി, വൈക്കിംഗ് ഷിപ്പ് മ്യൂസിയമാണ് അവിടെ അറിയപ്പെടുന്നത്. പിന്നെ ആൽബോഗ് എന്ന് പറയുന്നത് വാട്ടർ ഫ്രണ്ട് സൂ, ഇതൊക്കെയാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ളത്. കോപ്പൻഹേഗൻ എന്ന് പറയുന്നത് തന്നെ ഡെൻമാർക്കിന് ക്യാപിറ്റൽ സിറ്റിയാണ്, അതുപോലെ ലാർജസ്റ്റ് സിറ്റിയാണ്. കളർഫുൾ വാട്ടർ ഫ്രണ്ട്, റോയൽ ഹെറിറ്റേജ്, അതുപോലെ തന്നെ ഒരു മോഡേൺ ഡിസൈന്, ബൈസൈക്കിൾസ്, ഒരു വൈബ്രൻറ്റ് ഫുഡ് കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെൻമാർക്കിൽ കോപ്പൻഹേഗൻ സിറ്റി വിസിറ്റ് ചെയ്യണം. അവിടെ ഫേമസ് ആയിട്ടുള്ള നൈഹാവൻ എന്ന് പറയുന്നത്, അതായത് കളർഫുൾ ഐക്കോണിക് ഹാർബറാണിത്. പിന്നെ വരികയാണെങ്കിൽ അവരുടെ ടിവോലി ഗാർഡൻസ്, ഹിസ്റ്റോറിക്കൽ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, ഫേമസ് ആയിട്ട് ഫാമിലി ഫ്രണ്ട്ലി സ്പോട്ടാണത്. പിന്നെ വരികയാണെങ്കിൽ അവരുടെ ലിറ്റിൽ മെർമെയ്ഡ് സ്റ്റാച്യു ഉണ്ട്, ഒരു ഫേമസ് ലാൻഡ്മാർക്കാണിത്. അതുപോലെ തന്നെ അമാലിയൻബോർഗ് പാലസ് എന്ന് പറഞ്ഞാൽ ഒരു റോയൽ റെസിഡൻസ് ആണ്. പിന്നെ വരുവാണെങ്കിൽ ക്രിസ്ത്യാൻബോർഗ് പാലസ്, അതൊരു പാർലമെൻറ്റ് ആൻഡ് ടവർ വ്യൂ ആണ്. പിന്നെ റോസൻബാഗ് കാസിൽ വരുന്നത് ക്രൗൺ ജ്വൽസ്, ഇതൊക്കെയാണ് നമുക്ക് കോപ്പൻഹേഗനിൽ മെയിൻലി വിസിറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ. പിന്നെ വരികയാണെങ്കിൽ അവരുടെ ആർഹസ് സിറ്റിയാണ്, ഡെൻമാർക്കിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. അതുപോലെ തന്നെ യൂത്ത്ഫുൾ വൈബ്, വൈക്കിംഗ് ഹിസ്റ്ററി, മോഡേൺ ആർക്കിടെക്ചർ ആൻഡ് ആർട്ട് സീൻസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഫേമസ് ആക്കുന്ന അവരുടെ ആരോസ് ആർട്ട് മ്യൂസിയം, ഡെൻ ഗെയിമൽ ബൈ ഓൾഡ് ടൗൺ, അതുപോലെ തന്നെ മെസ്ഗാർഡ് മ്യൂസിയം, ആർഹസ് കത്തീഡ്രൽ, മാർസ്ലിബോർഗ് പാലസ്, ആർഹസൻ ഹാർബർ, ഇതൊക്കെയാണ് മെയിൻലി ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ വരുവാണെങ്കിൽ അവരുടെ ഒഡെൻസെ സിറ്റിയാണ്. അവിടെ കൂടുതലും ചാമിങ് ഹിസ്റ്റോറിക്കൽ സിറ്റി, ബർത്ത് പ്ലേസ് ഓഫ് ഫെയറി ടെയിൽ ഓതർ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ, ഇതാണ് ഈ സിറ്റി മെയിനായി അറിയപ്പെടുന്നത്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള അവരുടെ ആൻഡേഴ്സൺ മ്യൂസിയം, ഒഡെൻസെ സൂ, അതുപോലത്തെ ഫ്യൂനൻ വില്ലേജസ്, അതായത് ഓപ്പൺ എയർ മ്യൂസിയമാണത്. പിന്നെ സെൻറ്റ് കോൺട്രസ് കത്തീഡ്രൽ, ബ്രാൻഡ്സ് ആർട്ട് മ്യൂസിയം, ഗെയിം മ്യൂസ് പാർക്ക്, ഇതൊക്കെയാണ് ഒഡെൻസെ സിറ്റിയിലെ മെയിൻ ഫേമസ് സംഭവങ്ങൾ. പിന്നെ വരുവാണെങ്കിൽ ബില്ലുൺ എന്ന് പറയുന്ന സിറ്റിയാണ്, ഫാമിലി ഫ്രണ്ട്ലി സിറ്റിയാണ്. അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആസ് ദ ഹോം ഓഫ് ലെഗോ, അതാണ് ഈ ബില്ലുൺ സിറ്റി അറിയപ്പെടുന്നത്. ലെഗോലാൻഡ് ആൻഡ് ബില്ലുൺ റിസോർട്ട്സ് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ലെഗോ ഹൗസ് കാണാൻ വേണ്ടി പറ്റും. ലാലാൻഡിയ വാട്ടർ പാർക്ക് ഉണ്ട്, ഗിവസ്കെറ്റ് സൂ ആൻഡ് സഫാരി പാർക്ക് ഉണ്ട്, അതുപോലെ സ്കൾപ്ചർ പാർക്ക് ഉണ്ട്. ബില്ലുൺ സ്കൾപ്ചർ പാർക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് ബില്ലുൺ സിറ്റിയിൽ ഫേമസ് ആയിട്ടുള്ളത്. അതൊരു ഫാമിലി ഫ്രണ്ട്ലി മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ബില്ലുൺ സിറ്റി. പിന്നെ വരുവാണെങ്കിൽ അവരുടെ റോസ്ക്ലൈഡ് സിറ്റിയാണ്, ഹിസ്റ്റോറിക്കൽ ഡാനിഷ് സിറ്റി എന്നാണ് ഇതറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വൈക്കിംഗ് ആൻഡ് ഫേമസ് മ്യൂസിക്കൽ ഫെസ്റ്റിവൽസ് നടക്കുന്ന ഒരു സിറ്റിയാണിത്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള അവരുടെ റോസ്ക്ലൈഡ് കത്തീഡ്രലാണ്, യുനെസ്കോ സൈറ്റാണത്. അതുപോലെ തന്നെ വൈക്കിംഗ് ഷിപ്പ് മ്യൂസിയം നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്യൂഡ്സ് കാണാൻ വേണ്ടി പറ്റും. അവരുടെ പോപ്പ് കൾച്ചറായിട്ടുള്ള മ്യൂസിയംസ്, ഇതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫെസ്റ്റിവൽസ് കാണാൻ വേണ്ടി പറ്റും. അതായത് റോസ്ക്ലൈഡ് ഫെസ്റ്റിവൽ ആനുവൽ മ്യൂസിക്കൽ ഫെസ്റ്റിവലാണ്, അത് നമുക്കിവിടെ കാണാൻ പറ്റും.
പിന്നെ വരികയാണെങ്കിൽ അവരുടെ ആൽബോഗ് എന്ന് പറയുന്ന സിറ്റിയാണ്. ഒരു വൈബ്രൻറ്റ് സിറ്റിയാണ്, ഡാനിഷ് സിറ്റിയാണ്. അവർക്കും മെയിനായിട്ട് അവരുടെ കൾച്ചർ, വാട്ടർ ഫ്രണ്ട് വ്യൂസ് ആൻഡ് വൈക്കിംഗ് ഹിസ്റ്ററി ഇതൊക്കെയാണ് ഇവിടെയും ഫേമസ് ആയിട്ടുള്ളത്. ഇവിടെ ആൽബോഗ് വാട്ടർ ഫ്രണ്ട് എന്ന് പറയുന്നൊരു സ്പോട്ട് തന്നെയുണ്ട്. അതൊരു മോഡേൺ പോർണമേഡ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൽബോഗ് സൂ ഉണ്ട്, വൺ ഓഫ് ദി ഡെൻമാർക്ക് ടോപ്പ് സൂ ആണത്. അതുപോലെ ആൽബോഗ് ടവർ, സിറ്റി വ്യൂസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അഡ്സോൺ സെൻറ്റർ ഉണ്ട്, അതായത് ആർക്കിടെക്ചറൽ എക്സിബിഷൻസ് ഒക്കെ നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലിൻഹോം ഹോയ്സ് ഉണ്ട്, വൈക്കിംഗ് ബ്രൂവൽ സൈറ്റാണിത്. അതുപോലെ തന്നെ ആൽബോഗ്സ് കാസിൽ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഫോർട്രസ് ആണ്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ലാൻഡ്ഹോം ഹോയ് എന്ന് പറഞ്ഞാൽ വൈക്കിംഗ് ബ്യൂറിയൽ സൈറ്റാണ്, മെയിൻലി ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ വരികയാണെങ്കിൽ അവരുടെ മേജർ എയർപോർട്ട്സ് ഇൻ ഡെൻമാർക്കാണ്. കോപ്പൻഹേഗൻ എയർപോർട്ട് ലാർജസ്റ്റ് ആൻഡ് മെയിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഡെൻമാർക്കിൽ. പിന്നെ വരികയാണെങ്കിൽ ബില്ലുണ്ട് എയർപോർട്ട് ഉണ്ട്, ഗേറ്റ് വേ ടു ലെഗോലാൻഡ് ആൻഡ് ജൂട്ട്ലാൻഡ് റീജിയൻ ആണ്. അതുപോലെ തന്നെ ആർഹസ് എയർപോർട്ട് ഉണ്ട്, ആൽബോഗ് എയർപോർട്ട് ഉണ്ട്, ഒഡൻസെ എയർപോർട്ട് ഉണ്ട് ആൻഡ് എസ്ബർഗ് എയർപോർട്ട്. ഇതൊക്കെയാണ് മെയിൻലി ഫേമസ് ആയിട്ടുള്ള എയർപോർട്ട്സ്. ഇതൊക്കെയാണ് മെയിൻലി ഡെൻമാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രിയാണ്, സ്കാൻഡിനേവിയയിലെ കൺട്രിയാണ്, ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഇതിൻ്റെ മെയിൻലി വിസ വരുന്നത് ഷെങ്കൻ വിസയാണ്, യൂറോപ്പ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രി കൂടിയാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡെൻമാർക്കിലേക്ക് ആക്കിയാലോ. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേഷൻ വീഡിയോസിനും ഡു ഫോളോ വെസ്റ്റ്ബേർഡ് ഹോളിഡേയ്സ്. താങ്ക് യു.